യു ഡി എഫ് എക്കാലത്തും ശക്തമായിരുന്നു. ചില തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് വോട്ട് കുറയുകയോ സീറ്റ് കുറയുകയോ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ യു ഡി എഫിന് ഒരിക്കലും ശക്തിക്ഷയം ഉണ്ടായിട്ടില്ല. യു ഡി എഫ് വോട്ടർമാരെന്ന് പറയുന്നത് എൽ ഡി എഫ് വോട്ടർമാരെ പോലെ അത്രയും കാർക്കശ്യത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരൊക്കെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ആരോഗ്യരംഗത്ത് തന്നെ ഒരുപാട് കാപട്യങ്ങൾ കാണിച്ചത്. നമ്മൾ ആരോഗ്യരംഗത്ത് കേരളം മുന്നിലാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ യു ഡി എഫ് ന്യൂനപക്ഷങ്ങളെ മാത്രം അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മൾ കേരളത്തിലെ മുഴുവൻ ജനതയുടെയും പ്രാതിനിധ്യം യു ഡി എഫിനുണ്ട്, പിന്തുണയുണ്ട്. പക്ഷെ ഇവരുടെ പി ആർ വർക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇടതുമുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം പെട്ടെന്ന് മനുഷ്യർ കൂടുതൽ ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കുറയാൻ തുടങ്ങി. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മളൊരു മരം തഴച്ച് വളർന്നിട്ട് വലിയ തടി വെച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ച പുതിയ ഓണർ പറയാണ്, ഞാൻ 10 മാസമായി ഇത് വാങ്ങിച്ചിട്ട്, എന്റെ കഴിവാന്ന് പറയുന്ന പോലെ മാത്രം വിഡ്ഢിത്തമാണ്. ഞാൻ പലപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്, എന്നാൽ ഈ മന്ത്രിമാരെല്ലാം കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ അങ്ങ് രക്ഷപ്പെടും. അവർ രക്ഷപ്പെട്ട് വരേണ്ടതാണ്, മെച്ചങ്ങളുണ്ട്. പക്ഷെ കേരളം ബീഹാറിനേക്കാൾ മെച്ചമെന്ന് പറയുമ്പോൾ അത് ആലോചിക്കണം. സർക്കാർ വേണമെന്ന് പറഞ്ഞാൽ സർക്കാർ മരം കുലുക്കി ഇടുന്നതല്ല, ജനങ്ങളുടെ പണമാണ്. മനുഷ്യരെ തല്ലാൻ നടന്നവരാണ് മന്ത്രിയായിട്ട്. ഇവിടെ കണ്ടാത്തൊന്നും മന്ത്രി പോയി തോക്കുമായിട്ട് വെടി വെച്ചപ്പോഴത്തേക്ക് നിപ്പ ഇവിടുന്ന് ഓടിക്കും. അവരുടെ കഴിവില്ലായ്മയല്ലേ ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ക്യാപ്റ്റൻ തീരുമാനിക്കണം ഗോൾ മുഴുവൻ എനിക്ക് അടിക്കണം, വേറൊരുത്തരും ഗോൾ അടിക്കരുത്. എൽ ഡി എഫിൽ ആർക്കും കഴിവില്ലെന്നല്ല പറഞ്ഞത്, കഴിവുള്ളവരെ അവർ ഉപയോഗിക്കാത്തതിന്റെ വിഷയം. വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 100 സീറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജനങ്ങളുടെ നിൽക്കുന്ന ആളാണ്. ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ 100ന് മേളിൽ പോവുമെങ്കിലും. വാക്കി ടോക്കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തില് ഇനിയിപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ, അതിനുശേഷം അടുത്ത വർഷം നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ, കേരളത്തിലെ യു ഡി എഫിന്റെ സാധ്യതകള്, അത് 2ാം തവണ കഴിഞ്ഞ് 3ാം തവണയും പിണറായി സർക്കാരിന് ഇനിയൊരു സാധ്യതയുണ്ടോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്, ഡോക്ടർ SS ലാൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടറെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. എല്ലാ മലയാളികൾക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ SS ലാല്. ഡോക്ടർ നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുടെ എല്ലാം മേധാവിയായി പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ. IAPCയെ സംബന്ധിച്ച് അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു. 2 വർഷം ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളെ പറ്റിയും സർക്കാർ മേഖലയിലെ ഗുരുതര പ്രശ്നങ്ങളെ പറ്റിയും വിശദമായി പഠിച്ച് ശാസ്ത്രീയവും പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്ന ലക്ഷ്യത്തോടെ UDFന്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ ചെയർമാനായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഡോക്ടർ ലാലിനെ കുറിച്ച് വളരെ ചുരുക്കി എന്ന് പറഞ്ഞാൽ തീരെ ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു ആമുഖം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 1 മണിക്കൂർ എടുത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പറയാനുണ്ട്. ഡോക്ടർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജിൻസ്മോൻ പറഞ്ഞതുപോലെ ഒരു UDFന്റെ സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ UDFന്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു UDFന് കേരളത്തിൽ UDF വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന പൊതുജന വികാരത്തിന് കാരണമാകുന്ന ഒരു ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ കരുതുന്നത്? UDF എക്കാലത്തും ശക്തമായിരുന്നു. ചില തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് വോട്ട് കുറയുകയോ സീറ്റ് കുറയുകയോ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ UDFന് ഒരിക്കലും ശക്തിക്ഷയം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് നമ്മുടെ പോളിംഗ് വരെ കുറഞ്ഞതെല്ലാം കൂടെ കൊണ്ടാണ് UDFനൊരു ക്ഷീണം പോലെ തോന്നിയത്. പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വളരെ നിറങ്ങൾ ഉള്ള വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സീറ്റുകളെല്ലാം, നമ്മൾക്കുണ്ടായിരുന്ന സീറ്റുകളെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുകയും ചില സീറ്റുകൾ നമ്മൾ CPMൻ്റെതായിരുന്ന സീറ്റുകൾ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ UDFന് മൊത്തത്തിൽ വളരെ അനുകൂലമായ സാഹചര്യം ഇപ്പോഴുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യവും കൂടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. UDFന്റെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണല്ലോ. ഈ ന്യൂനപക്ഷങ്ങൾക്കകത്ത് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലൊരു 1/4 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾറെഡി BJPയോട് അടുക്കുന്നു എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. വലിയ വ്യത്യാസമുണ്ട്. അത് കോൺഗ്രസിനെ, അത് UDFനെ അല്ലേ കാര്യമായിട്ട് ബാധിക്കുന്നത്?
അത് നിരീക്ഷണം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. നിലമ്പൂർ എന്താ സംഭവിച്ചത്? BJPക്ക് എത്ര വോട്ടാണ് കിട്ടിയത്? അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ചില മണ്ഡലങ്ങളിൽ ചില സ്വാധീനങ്ങളൊക്കെ കുറച്ച് കാണും. ഇപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശക്തിക്ഷയം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കളർഫുൾ ആയിട്ടുള്ള വിജയങ്ങളല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ചില പാർട്ടികൾക്ക് ശക്തി കാണും. പിന്നെ ചില തെരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രത്യേക ട്രെൻഡുകൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ട്രെൻഡ് ഉണ്ടെന്ന് ജനം ധരിക്കുകയോ അല്ലെങ്കിൽ ചില തെറ്റായ പ്രചരണങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശകലം വോട്ട് ചെയ്യുന്നല്ലാതെ ഏറ്റവും അവസാനം നടന്ന രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ നോക്കിയാൽ മതി. അവിടെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അവിടെ മത്സരിച്ചത്. വലിയ വ്യത്യാസത്തിൽ UDF ജയിച്ചു. പിന്നെ അവിടെ BJP ഒന്നും അവിടെ എത്ര വോട്ടുണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. എനിക്ക് തോന്നുന്നു കെട്ടിവെച്ച പണവും പോയെന്നാണ് തോന്നുന്നത് നിലമ്പൂർ. അപ്പോൾ അതൊരു സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു സെമി ഫൈനലായിരുന്നു ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ. CPMനെ നമുക്ക് ഈ ഇടതുപക്ഷത്തെ അത്ര നിസ്സാരവൽക്കരിക്കാവോ? കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ 99 സീറ്റുകൾ നേടിയാണ് ഇടതുപക്ഷം രണ്ടാമത്. അതും കേരളം പോലെ ഓരോ ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു കേരളം പോലെ വളരെ വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ ബോധമുള്ള, അതായത് ഒരു 2% ആൾക്കാരെ ഒരു കയ്യാലപ്പുറത്ത് ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്, അതും ഇടതുപക്ഷത്തെ ഇത്ര വിദ്യാഭ്യാസമുള്ള ഈ കേരളത്തിൽ രണ്ടാമത് അങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒരു സാധ്യത വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അവരെ അടുത്ത് ചെറുതായി കാണാൻ പറ്റുമോ? കാരണം ഈ അവരുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് വളരെ വിദഗ്ധമായിട്ട് അവർ നടപ്പിലാക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ മാത്രം കാര്യമല്ല. ഇപ്പൊ ലോകത്ത് തന്നെ ഈ കോവിഡ് എന്നൊരു സാഹചര്യത്തിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഭയന്ന് നിൽക്കുമ്പോൾ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അത് കൃത്യമായി നോക്കിയാൽ അറിയാം. ആ കോവിഡ് വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവർ, അവർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റിയവരെല്ലാം ഗവൺമെന്റുകൾ ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം വിജയിച്ചു വരികയും അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവർ തോറ്റുപോവുകയും ചെയ്തത്. ലോകം മുഴുവൻ അങ്ങനെ സംഭവിച്ചത്. അപ്പം നമ്മൾ ഒരു വലിയൊരു ആഗോളതലത്തിൽ ഒരു പാൻഡമിക് മഹാമാരി പടരുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നത് ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്നാണ്. ഏത് ഗവൺമെന്റ് ആയാലും, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും, എല്ലാവരും ഗവൺമെന്റ് സംവിധാനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കും. പക്ഷെ ആ പ്രവർത്തിച്ച സംവിധാനങ്ങളെ ഇടതുമുന്നണി രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അത് രാഷ്ട്രീയമായിട്ടുണ്ടായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിനകത്ത് അഴിമതി ഉണ്ടാകുകയും പിന്നെ തെറ്റായ പ്രചരണങ്ങൾ, ഊതിവീർപ്പിച്ച പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ CPMകാരുൾപ്പെടെ നിശബ്ദരായിരിക്കുന്ന, അല്ലെങ്കിൽ CPM എന്ന് നമ്മൾ പരക്കെ അറിയുന്ന പലരും ഈ ഗവൺമെന്റ് ന്യായീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് പോയി കാണണമെന്ന് CPMനകത്ത് തന്നെ ആഗ്രഹമുണ്ട്. അത് വളരെ വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ജനങ്ങൾക്ക്, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്, നമ്മൾ എവിടെയെങ്കിലും മാസ്ക് വെച്ച് മീറ്റിംഗ് കൂടിയാലും ഒന്ന് പിരിച്ചുവിടും. എന്നിട്ട് എല്ലാ ദിവസവും സർക്കാർ വലിയ മീറ്റിംഗ് നടത്തുകയും ചെയ്യും. എന്നിട്ട് സർക്കാരിന് മാത്രമേ ആ കാലത്ത് സംസാരിക്കാൻ പറ്റിയിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നിശബ്ദരായിരുന്നു. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ യോഗങ്ങൾ പാടില്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ ചെയ്തേ പറ്റുള്ളൂ. അത്തരം പരിപാടികളെ പോലും ഗവൺമെന്റ് തടസ്സപ്പെടുത്തുമായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയൊക്കെ വലിയ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ചെയ്യുമായിരുന്നു. ഞാനൊക്കെ ഇടപെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഇവിടെ ഒരു വലിയ പന്തൽ കെട്ടിക്കളഞ്ഞു. പന്തൽ കെട്ടി 100 കണക്കിന് ആൾക്കാർ വിളിച്ചു കൂട്ടിക്കളഞ്ഞു. അതിന് തലയാഴ്ച എല്ലായിടത്തും കോൺഗ്രസ് യോഗങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത്, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ UDF വോട്ടർമാരെന്ന് പറയുന്നത് LDF വോട്ടർമാരെ പോലെ അത്രയും കാർക്കശ്യത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരൊക്കെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം LDF രണ്ടാമതും ഭരണത്തിൽ വന്നത്. അല്ല അവരുടെ അതിനു മുൻപിലത്തെ സർക്കാരിൻ്റെ ഭരണ മികവ് കൊണ്ടോ സ്ഥാനാർത്ഥികളുടെ മെച്ചം കൊണ്ടോ ഒന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ UDF ന്യൂനപക്ഷങ്ങളെ മാത്രം അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മൾ കേരളത്തിലെ മുഴുവൻ ജനതയുടെയും പ്രാതിനിധ്യം UDFനുണ്ട്, പിന്തുണയുമുണ്ട്. പിന്നെ ന്യൂനപക്ഷങ്ങൾ പോലുള്ള വിഭാഗങ്ങൾ UDFനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അത് UDFന്റെ ശക്തി തന്നെയാണ്. ആലോചിച്ച് നോക്കണം. ഈ CPMും BJPയൊക്കെ ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന UDF ആണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും UDF ഉള്ളത് യാഥാർത്ഥ്യമാണ്. ചില തൽക്കാല താല്പര്യങ്ങൾ കൊണ്ട്, അല്ലെ അക്കരപ്പച്ച കണ്ട് അവിടെയൊക്കെ 1-2 പേര് ചാടുന്ന ഒഴിച്ച് ജനസമൂഹം UDFനൊപ്പമാണ്. UDF എന്നല്ല, കോൺഗ്രസ് നയിക്കുന്ന മുന്നണി, അല്ലെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ദേശീയ ബദലായി നിൽക്കാൻ കഴിയുള്ളൂ.
ഇപ്പോൾ കോൺഗ്രസിന് BJP പറയുന്ന പോലത്തെ മുദ്രാവാക്യങ്ങൾ പറയാൻ പറ്റില്ല. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനോ ഇവിടെ UDF-നൊന്നും പറയാൻ കഴിയില്ല. അത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കോൺഗ്രസിനും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുന്നണിക്കും കേരളത്തിൽ UDF-നും മാത്രമേ കാണാൻ കഴിയുള്ളൂ. CPM പോലും ജാതിമത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും ഇലക്ഷൻ ജയിക്കുന്നത്. CPM ഉൾപ്പെടെ. BJP ആരും പറയേണ്ട അവരുടെ ശക്തി അത് മാത്രമാണ്. ഈ ഇടതുപക്ഷത്തിന്റെ സാധാരണ ഒരു ഭരണമാറ്റം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ അംഗങ്ങൾ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഭരണം മാറുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തവണയും അവരുടെ വളരെ ശക്തമായിട്ടുള്ള ഈ കേഡർ പാർട്ടി എന്ന നിലയിൽ കൂടാതെ വളരെയധികം പൈസ ചെലവിട്ട് നടത്തുന്ന അവരുടെ PR വർക്കുകളുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസികളെയാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ചില വീഴ്ചകൾ പറ്റുമ്പോഴാണ് ചില ന്യൂസുകളൊക്കെ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. നല്ല ശക്തമായിട്ടുള്ള PR വർക്ക് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുകയും പിന്നെ UDF-നുള്ളിൽ തന്നെ ഈ മുസ്ലിം ലീഗിന് അമിതമായ ഒരു പ്രാതിനിധ്യമുണ്ട് എന്നുള്ള മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ UDF-ന്റെ അകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? നമ്മള് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, അതുപോലെ കേരള കോൺഗ്രസ്, UDF-നൊപ്പമുള്ള ഇതെല്ലാ സംഘടനകളും കേരളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ UDF മുന്നണിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരം ഇലക്ഷന് വേണ്ടിയിട്ടോ അല്ല. കേരളത്തില് നമ്മുടെ ഇന്നത്തെ മതനിരപേക്ഷതയും ഇന്നത്തെ ജനങ്ങളുടെ സൗഹാർദ്ദവും ഒക്കെ നിലനിർത്താനായിട്ട് ഈ പാർട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതല്ല. അപ്പൊ അതിനങ്ങനെ ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ജനസമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായിട്ടോ കാണുന്നതിന് തെറ്റാണ്. ബാബറി മസ്ജിദ് വിഷയമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇന്ത്യയിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അക്രമം ഒന്നും ഉണ്ടാകാതെ പോയതൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ വളരെ സംയമനത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടാണ്. അപ്പം നമ്മളത് വിട്ടുപോകാൻ കഴിയില്ല. അപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും മത താല്പര്യങ്ങളുള്ള സംഘടനയായിട്ട് ഇവരെ കാണുന്നതിന് തെറ്റാണ്. നമ്മുടെ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ടും ജനസംഖ്യാനുപാതത്തിലൊക്കെ ഉള്ള പല കാര്യങ്ങളിലും പിന്തുണ അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം വരും. അതിന് നമ്മൾ ദുരുദ്ദേശത്തോടെ കണ്ടിട്ട് കാര്യമില്ല. അത് പിന്നെ മാത്രമല്ല മുസ്ലിം സമൂഹം വളരെ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ അതിശയിക്കാറുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ആ സമൂഹം കൂടുതലും സംവരണത്തിലൊക്കെയാണ് മെഡിക്കൽ കോളേജുകളിലൊക്കെ വന്നിരുന്നത്. അല്ലാതെ വരുന്നവരുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ റാങ്കുകളൊക്കെ വടക്കോട്ടും മലബാറിലേക്ക് എത്തിയിരിക്കുകയാണ്. പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിന് മുന്നിൽ വരികയാണ്. അപ്പോൾ ആ സമൂഹം എല്ലാം കൊണ്ടും പുരോഗമിക്കുകയാണ്. പുരോഗമിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ സമൂഹത്തിന് ഒരുപാട് പേര് മുന്നിലേക്ക് വരും. അതിനോട് നമ്മൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരാളുൾപ്പെടെ അവരെ ആക്ഷേപിച്ച് തെറ്റായിപ്പോയി. ആ സമൂഹം വികസിക്കുകയാണ്. കേരളത്തിൽ എല്ലാ സമൂഹവും വികസിക്കുന്നതിനൊപ്പം ആ സമൂഹം അവർ കൂടുതൽ വികസിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. അതിന് നമ്മൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു നന്മയായിട്ടാണ് കാണേണ്ടത്. PR വർക്ക് അത് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ആരോഗ്യരംഗത്ത് തന്നെ ഒരുപാട് കാപട്യങ്ങൾ കാണിച്ചത്. നമ്മൾ ആരോഗ്യരംഗത്ത് കേരളം മുന്നിലാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം വളരെ മുന്നിലാണ് ആരോഗ്യരംഗത്ത്. പക്ഷെ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ അങ്ങനെയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നോക്കുമ്പോൾ അതിന് മുമ്പുള്ള കണക്കുകൾ പോലും ആരോഗ്യരംഗത്ത് എല്ലാം കേരളത്തിൽ മെച്ചമൊന്നല്ല. ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം, അത് കേരളത്തിൽ പണ്ടേ കൂടുതലാണ്. അത് ഏതെങ്കിലും ഇടതുമുന്നണി വന്നിട്ട് ആളുകളെല്ലാം ജീവിപ്പിക്കാൻ തീരുമാനിച്ചതല്ല. പിന്നെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കേരളത്തിൽ കുറവാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ കുറവാണ്. ഇപ്പോൾ പണ്ടേ ഇതൊക്കെ രേഖപ്പെടുത്തിയാണ്. 80-കളിൽ തന്നെ കേരള മോഡലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ PR വർക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇടതുമുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം പെട്ടെന്ന് മനുഷ്യർ കൂടുതൽ ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കുറയാൻ തുടങ്ങി. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി റാങ്ക് വാങ്ങിച്ചപ്പോൾ 10ാം ക്ലാസ് ടീച്ചർ പറയണം, ഇവൻ 10ാം ക്ലാസ്സിൽ വന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് റാങ്ക് വാങ്ങിച്ചതെന്ന് പറയുന്നത് അതുവരെ പഠിപ്പിച്ച അധ്യാപകരെയും അവനെ വളർത്തിയ രക്ഷകർത്താക്കളെയും സുഹൃത്തുക്കളെയും അവൻ വളർന്ന നാടിനെയൊക്കെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ആരോഗ്യരംഗത്ത് മെച്ചമുണ്ടെങ്കിൽ അത് പണ്ടേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു മരം തഴച്ച് വളർന്നിട്ട് വലിയ തടി വെച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ച പുതിയ ഓണർ പറയാണ്, ഞാൻ 10 മാസമായി ഇത് വാങ്ങിച്ചിട്ട്, എൻ്റെ കഴിവാന്ന് പറയുന്ന പോലെ മാത്രം വിഡ്ഢിത്തമാണ്. ഒരുപാട് വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ ചിട്ടയായ പ്രവർത്തനം കൊണ്ടാണ് ഈ ആരോഗ്യരംഗത്ത് മെച്ചമുണ്ടാകുന്നത്, അത് തുടരുന്നത്. ഇപ്പോൾ ഒരുപാട് തകർച്ച വരുന്നതാണ് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കേണ്ടി വരുന്നത്. മാത്രമല്ല
ഈ ആരോഗ്യരംഗത്ത് വരുമ്പോൾ ഈ മന്ത്രിമാർ പോയി അവാർഡ് വാങ്ങുന്നതാണ് എനിക്ക് ലജ്ജ തോന്നാറുണ്ട്. സത്യം പറഞ്ഞ ഇവിടുത്തെ ജനങ്ങളെ വിട്ടാണ് അവാർഡ് വാങ്ങിപ്പിക്കേണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിരിക്കുന്ന പ്രധാന കാരണം സ്ത്രീകളുടെ സാക്ഷരത, മൊത്തത്തിലുള്ള സാക്ഷരത, നമ്മുടെ ശുചിത്വ ബോധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ഈ സർക്കാരുകളും ചെയ്തതല്ല, നമ്മുടെ ജീവിതചര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേടിത്തരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് സമയത്ത് ഞാൻ നടത്തിയൊരു പഠനത്തിൽ 95% പേര് ഇവിടെ മാസ്ക് വയ്ക്കുകയാണ്, ഒരു പോലീസും പറയാതെ. അപ്പോൾ അത് ഗവൺമെൻറ് കഴിവാണ്. അപ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഉൾപ്പെടെ നമ്മൾ സഹായിക്കുന്നുണ്ട്. 41 നദികൾ കേരളത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് വെള്ളം കിട്ടുന്നതും ശുദ്ധജലം കിട്ടുന്നതും. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴും 10-30% പേർക്ക് പൈപ്പ് വാട്ടർ സപ്ലൈ ഉള്ളൂ. 70% പേര് നമ്മുടെ നാട്ടിൽ ശുദ്ധജലം വൃത്തിയാക്കി കഴിക്കുകയാണ്. ഈ 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നത് ഏതെങ്കിലും സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഈ നാട്ടിലുള്ളതാണ്. ഇതെല്ലാം മറന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തെ ശരിയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്, എന്നാൽ ഈ മന്ത്രിമാരെല്ലാം കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ അങ്ങ് രക്ഷപ്പെടും. അവർ രക്ഷപ്പെട്ട് വരേണ്ടതാണ്, മെച്ചങ്ങളുണ്ട്. പക്ഷെ കേരളം ബീഹാറിനേക്കാൾ മെച്ചമെന്ന് പറയുമ്പോൾ അത് ആലോചിക്കണം. ഈ ഇത്രയും മന്ത്രിമാരെ കൊണ്ട് ബീഹാറിൻ്റെ മന്ത്രിമാരൊക്കെ ബീഹാർ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ മെച്ചമാണ്, അത് മറന്നു പോകരുത്. പിന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതെല്ലാം UDF ഗവൺമെൻറ്റാണ്. മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൻ്റെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും മെഡിക്കൽ കോളേജ് മുഴുവൻ തുടങ്ങിയ UDF ഗവൺമെൻറ്റാണ്. എല്ലാ മെഡിക്കൽ കോളേജും ഒരൊറ്റ അച്യുതമേനോൻ സർക്കാരാണ് കേരളത്തിലെ പകുതിയിൽ കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒറ്റയടിക്ക് തുടങ്ങിയത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഊന്നിയ സംവിധാനങ്ങളാണ് കേരളത്തിലെ ആരോഗ്യത്തിന് മെച്ചം ഉണ്ടാക്കുന്നതെന്ന് ഈ ഗവൺമെൻറ്റും പറയുന്നുണ്ട്. പക്ഷേ 500ഓളം PHC പ്രാഥമികാരോഗ്യ കേന്ദ്രം ഒറ്റയടിക്ക് തുടങ്ങിയത് അച്യുതമേനോൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്ന് എല്ലാം ഞങ്ങളാണെന്ന് പറയുന്നത് ഭയങ്കര ലജ്ജാകരമാണ്. ചരിത്രത്തെ സ്മരിക്കലും പൊതുജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. കേരളം മുന്നിലാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ കേരളം മുന്നിലല്ലാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ ആയുർദൈർഘ്യം കേരളത്തിൽ കൂടുതലെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ സ്ത്രീകൾ 80 വയസ്സ് വരെ ശരാശരി ജീവിക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് തുല്യമാണ്. പക്ഷെ ഇവിടുത്തെ 80 വയസ്സുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്കയിൽ 80-90 വയസ്സുകാർ കാർ ഓടിച്ച് നടക്കുമ്പോൾ ഇവിടെ 80കാർ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. വ്യായാമം ചെയ്യാൻ റോഡിലിറങ്ങിയ വണ്ടി ഇടിക്കുന്ന അവസ്ഥയാണ്. കേരളത്തിൽ ഒരു വർഷം 4500 റോഡ് അപകട മരണങ്ങളുണ്ട്. 4500 എന്നാൽ ദിവസം 10-30. ഇതിൽ 30%-ലധികം വഴിയാത്രക്കാരാണ്. ഡോക്ടർ കാർഡിയോളജിസ്റ്റ് വരെ നടക്കാൻ പറയും, നടക്കുമ്പോൾ വണ്ടി ഇടിച്ച് മരിക്കുക. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. പിന്നെ സ്ത്രീകളുടെയും പുരുഷൻ്റെയും അനുവാദം. സ്ത്രീകളാണ് കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ. സ്ത്രീകളുടെ ശരാശരി ആയുസ് 80 വയസ്സെന്ന് പറയുമ്പോൾ പുരുഷന് 73 ഉള്ളൂ. അപ്പോൾ സമപ്രായക്കാർ വിവാഹം കഴിച്ചാൽ പോലും ഒരു 7 വർഷം സ്ത്രീ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. കാരണം പുരുഷന് 7 വർഷം മുമ്പ് മരിച്ചു. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ ഈ നിലമ്പൂർ വിഷയത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. നിലമ്പൂരിൽ BJPയുടെ ഒരു വോട്ട് ബാങ്ക്, കാരണം അതൊരു BJPക്ക് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമല്ല എങ്കിൽ കൂടിയും ഈ BJP കഴിഞ്ഞ തവണ ഇപ്പൊ UDFന്റെ കാൻഡിഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ താരതമ്യേന വളരെ യങ് ആയിട്ടുള്ള നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ പതിവില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ആണെങ്കിലും നല്ല യങ് ആയിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള യുവാക്കളെ മത്സരരംഗത്ത് ഇറക്കിയിരുന്നു. പക്ഷെ ആ യുവാക്കളെയൊക്കെ ഇന്നത്തെ തലമുറ BJPയുടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ ഒരു നിയോഗം അതായിരിക്കും എന്ന് തോന്നുന്നു. യങ് ആയിട്ടുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ആളും അർത്ഥവും ഒക്കെ BJP ഇറക്കുന്നുണ്ട്. പക്ഷെ ആ BJPയുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു പെർസെൻറ്റേജ് വോട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്കിൽ കോൺഗ്രസിനിടയ്ക്കും BJPക്കിടയ്ക്കും വോട്ട് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകാനല്ലേ സാധ്യത? അത് സംഭവിക്കുക എന്നുള്ള തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരു പുതിയ പ്രസിഡന്റ് ഊതിവരിപ്പിക്കപ്പെട്ട ഒരാൾ വന്നിട്ട് ഒരു 5 വോട്ടെങ്കിലും കൂടണ്ടേ അവിടെ. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അത് ജനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഈ ഇവിടെ യാതൊരു രക്ഷയില്ലാത്ത BJP കൊണ്ട് വോട്ട് കുത്തിയാൽ അത് കോൺഗ്രസിന് ജയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്ന് മാത്രമല്ല, UDF വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ CPM രക്ഷപ്പെട്ടു പോകും. CPMന്റെ ആവശ്യം അതാണ്. BJP വളരാനുള്ള എല്ലാ വഴികളും CPM നോക്കുകയാണ്. കാരണം ഇതിൻ്റെ വോട്ട്, കോൺഗ്രസിൻ്റെ വോട്ടുകൾ അപ്പുറത്ത് വീഴുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് അബദ്ധം പറ്റുന്ന അവർക്കും മനസ്സിലായി. അവരുടെ വോട്ടുകളും ചോരാൻ തുടങ്ങി. അപ്പോൾ BJP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജയിക്കുകയില്ല, UDF സ്ഥാനാർത്ഥി തോറ്റുപോവുകയും ചെയ്യും. അതിൻ്റെ മാത്രമല്ല CPM തിരിച്ചു വരുമെന്നുള്ള ഭയം ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ ആര് ജയിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് CPM പരാജയപ്പെടുക എന്നുള്ള കാര്യം ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. അത് ഈ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് ഇത് അറിയുന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ വെറുതെ ബസ്സിനകത്തിരുന്നാലും ട്രെയിനിനകത്തിരുന്നാലും ഓട്ടോറിക്ഷ ഡ്രൈവറോടോ ടാക്സി ഡ്രൈവറോട് സംസാരിച്ച് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഇത് തന്നെയാണ്. ഒന്നും വേണ്ട, ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ പോലും പലരും വന്ന് പറഞ്ഞ് ഞാൻ ഇടതായിരുന്നു, ഞാൻ ഈ സർക്കാർ വരരുതെന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പറയുന്നവരാണ് കൂടുതൽ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്നും കാരണമല്ല. ഇപ്പോൾ UDF LDF ബലാബലത്തിൻ്റെ അതിലേക്ക് അപ്പുറത്തേക്ക്
കേരളത്തിലെ ജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു LDF. കേരളത്തിൽ പണമില്ല, ഒരാൾക്കും പെൻഷൻ തൊട്ട് ശമ്പളം വരെ വൈകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ പണമുള്ളത് CPM കയ്യിൽ മാത്രമാണ്. CPM കയ്യിൽ ആവശ്യം പോലെ പണമുണ്ട്. ആലോചിച്ച് നോക്കണം, ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും നേരിടുന്ന പ്രശ്നം ആൾക്ക് ആശുപത്രി ബില്ലടയ്ക്കാൻ പൈസയില്ല, അതിന് പൈസ ഇല്ല, ഇതിന് പൈസ ഇല്ല, നെട്ടോട്ടമാണ്. വീട് വയ്ക്കാൻ ലോൺ എടുത്ത് പകുതിയായപ്പോൾ നിന്നുപോയി. ആലോചിച്ച് നോക്കണം, ബഹുനില കെട്ടിടമാണ് CPM ഇടയിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആരെങ്കിലും പണമില്ലാത്തപ്പോൾ CPM പണമുണ്ട്. CPM ബഹുനില കെട്ടിടങ്ങളുണ്ട്. CPM കാരുടെ കയ്യിലും പണമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളത് CPM മാത്രമാണ്. അവർ പല വഴിക്കുകൂടെ പല പ്രസ്ഥാനങ്ങളിലൂടെ CPM സർക്കാർ പണവും ഊറ്റിത്തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കുന്ന, അത് ഊരാളുകളിനെ പറ്റിയൊക്കെയുള്ള വിമർശനം അതാണ്. ഏതെങ്കിലുമൊക്കെ വഴിയിൽ അവർ സർക്കാർ പണം എന്ന് പറഞ്ഞാൽ സർക്കാർ മരം കുലുക്കി ഇടുന്നതല്ല, ജനങ്ങളുടെ പണമാണ്. എൻ്റെയും ഈ പ്രദേശത്ത് ജീവിക്കുകയും ഇവിടെ ടാക്സ് കൊടുക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ പണമാണ്. മുട്ടുസൂചിയിൽ വരെ ടാക്സ് ഉണ്ട്. ആ ടാക്സാണ് സർക്കാരിൻ്റെ എത്തുന്നത്. അത് മറുവഴിക്ക് CPM സംവിധാനങ്ങൾ വഴി തിരിച്ച് പാർട്ടിയിലെത്തുകയാണ്. അത് വലിയൊരു അപകടം. അതുകൊണ്ടാണ് ഇത്രയും വലിയ കെട്ടിടം അവർ കെട്ടാൻ പറ്റുന്നത് ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ. CPM ഇടതുപക്ഷത്തിന്റെ ഈ ഒരു ധാരാളിത്തം, അതായത് അവര് ഇപ്പം അവർക്ക് മാത്രമേ പണമുള്ളൂ. കാരണം CPM എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർട്ടീനെ ഫീഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മലയാളികളുടെയാണ്. കാരണം CPM ഇവിടുന്ന് സമാഹരിക്കുന്ന ഫണ്ടാണ് CPM പൊതുവായിട്ടുള്ള ഇന്ത്യ മുഴുവനുള്ള പ്രവർത്തനത്തിന് വേണ്ടി വരുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഒരു വലിയ ബാധ്യതയല്ലേ? അവരുടെ ഈ അതിനുവേണ്ടി അവർ സമാഹരിക്കുന്ന പണം പോകുന്നത് ഇന്ത്യ മുഴുവൻ ഈ പാർട്ടിയെ വളർത്താനാണല്ലോ. അവിടെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അഡ്വാൻറ്റേജ്, അവരുടെ പാർട്ടിക്കകത്ത് കിട്ടുന്ന ഒരു അധീശിത്വം അതാണല്ലോ. സത്യമാണ്. ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പണമാണ് CPM ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടി വേറെ എങ്ങുമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ തമാശയ്ക്ക് പറയുന്നതല്ല, അവരുടെ എല്ലാ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഇവിടെ കൂടേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ചിലരുടെ ഇടയ്ക്ക് ഡൽഹി പോകണം എന്തിനാണെന്ന് മനസ്സിലാകാറില്ല. അപ്പോൾ അതൊരു എല്ലാവരും കൂടെ ഇവിടെ തന്നെയാണ്. കമ്മിറ്റികളുടെ പേര് മാത്രമേ പറഞ്ഞു, ഒരേ ആൾക്കാരിരുന്നിട്ട് പല കമ്മിറ്റികളെന്ന് പറഞ്ഞിട്ടാണ് ഒരു യോഗം കൂടുന്നത്. അത് പോയിക്കോട്ടെ, നമ്മൾ CPM ഒരു കാലത്ത് ബഹുമാനിച്ചിട്ടുണ്ട്. ആ ഇടതുപക്ഷ ആശയങ്ങളൊക്കെ നിലനിൽക്കേണ്ടതാണ്. പക്ഷെ ഇത് ഇവിടെ ഇടതുപക്ഷമൊന്നുമില്ല. CPM ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ പലപ്പോഴും തമാശയായിട്ടാണ് തോന്നുന്നത്. മനുഷ്യൻ സ്വന്തം പാർട്ടിയിലുള്ള ഒരാൾ 51 വെട്ടുവെട്ടി കൊല്ലാൻ കഴിയുന്ന, ക്യാമ്പസുകൾ തൊട്ട് സ്കൂളുകൾ തൊട്ട് കോളേജുകൾ തൊട്ട് എതിരെ നിൽക്കുന്നതിനെ കാല് തല്ലി പിടിക്കാൻ കഴിയുന്ന ഈ പാർട്ടി എങ്ങനെയാണ് ഇടതുപക്ഷമാകുന്നത്? മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ എങ്ങനെ സ്നേഹമുണ്ട്? എതിര് പാർട്ടിക്കാരനെ ആക്രമിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ, സ്വന്തം പാർട്ടിക്കാരനെ കൊല്ലുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതെന്ത് ഇടതുപക്ഷമാണ്, എന്ത് മനുഷ്യസ്നേഹമാണ്? ഒന്നുമില്ല. ഇതൊരു അക്രമത്തിൽ ഊന്നിയുള്ളൊരു പാർട്ടി. നമുക്കെല്ലാവരും കോളേജുകളിൽ പോയവർക്കറിയാം. കൂട്ടത്തിൽ മറ്റുള്ളവർ തല്ലാൻ താല്പര്യമുള്ളവരെല്ലാം കൂടെ ഇവർ ചേർത്ത് ഇവരെ പാർട്ടിയിലാക്കും. എന്നിട്ട് അവനെ 1-2 കേസുകൾ കൊടുക്കും. പിന്നെ അവനകത്ത് അവൻ ഊരാൻ പറ്റാതെ വരും. കുറച്ച് കഴിയുമ്പോൾ അവൻ പോളിറ്റ് ബ്യൂറോ വരെ എത്തുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഞാൻ ദൃക്സാക്ഷിയാണ്. മനുഷ്യരെ തല്ലാൻ നടന്നവരാണ് മന്ത്രിയായിട്ടുള്ളത്. ഡോക്ടറെ, ഡോക്ടറുടെ ഈ പൊതുജനാരോഗ്യത്തിലെ ഡോക്ടറിന്റെ ശക്തമായ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഈ സിസ്റ്റത്തിന് കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു തുടങ്ങുന്നത് അതിനുള്ള വളരെ എന്താ പറയാ, നമ്മുടെ കണ്ണിന് മുന്നിൽ നടന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സംഭവവും ഡോക്ടർ ഹാരിസിന്റെ സംഭവവും ജനങ്ങൾക്കെല്ലാം മനസ്സിലായതാണ്. അത് ഡോക്ടർക്ക് മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നിലവിലെ സർക്കാരിന്റെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോഴത്തേനും UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം കൈകാര്യം ചെയ്യേണ്ട വിധം എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും UDFന്റെ ഈ ഒരു ഹെൽത്ത് കമ്മീഷൻ എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ. ഇതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ മാനസിക ആരോഗ്യം, ശുചിത്വം, ഗ്രാമീണ ആരോഗ്യ സംരക്ഷണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിനെ കുറിച്ചൊക്കെ ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? ഇതിപ്പോ സത്യം പറഞ്ഞാൽ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് പഴയ കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളൊരു അടിസ്ഥാന തത്വമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ മന്ത്രിസഭ ജനങ്ങളെന്ന് മാറ്റേണ്ടത് നല്ല ജനങ്ങളാണ്, ആരോഗ്യ അവബോധമുള്ള ജനങ്ങളാണ്. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള സ്റ്റാഫ് നല്ലവരാണ്, നല്ല പരിശീലനം കിട്ടിയവരാണ്. ഞാൻ ലോകത്തെ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും അവികസിത രാജ്യമായ തിമോറിൽ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആർക്കും പിന്നിലല്ല. പക്ഷെ പറ്റിപ്പോന്ന് പറയുമ്പോൾ ഇവിടെ മാനേജ്മെന്റ് ഇഷ്യൂ ആണ്. ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ പരാജയമാണ്.
ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ കാണുകയാണ് ഈ സർക്കാർ ജനങ്ങളുടെ കൈയടി വാങ്ങാൻ വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ 9 വർഷത്തിൽ എന്താണ് ഈ ആരോഗ്യവകുപ്പിൽ പുതുതായിട്ടുണ്ടായത്? ഇപ്പം UDF തുടങ്ങി മെഡിക്കൽ കോളേജിലെ ആക്ഷേപം പറയുമ്പോഴും മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ലേ? അപ്പോൾ എന്താണ് ഇവർ 9 വർഷമായിട്ട് ആരോഗ്യരംഗത്ത് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, കേരളത്തിലുണ്ടായിരുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവർ തകർത്തും കളഞ്ഞു. മുമ്പൊക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അവരിലൂടെയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്. 10-25-30 വർഷം സർവീസ് ആകുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സർജനായിട്ട് കയറി 10-30 വർഷമാകുമ്പോഴാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആകുന്നത്. അത്രയും പ്രാഗൽഭ്യമുള്ള ആരോഗ്യ ഡയറക്ടർ നിങ്ങൾ ആരെങ്കിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കണ്ടിട്ടുണ്ടോ? അമേരിക്ക നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രംപ് ഫൗച്ചിയെ കൊണ്ടാണ് സമ്മേളനത്തിന് വരുന്നത്. അവർ തങ്ങൾ തർക്കിക്ക് പോലും ശാസ്ത്രം അറിയാവുന്ന ഒരാളുണ്ട്. ഇവിടെ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ പറയാം അതെനിക്ക് അറിയില്ല, സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. സാങ്കേതിക കാര്യം അറിയുന്ന ആളെ കൂടെ ഇരുത്തണം. ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തൊട്ട് താഴെ അങ്ങേയറ്റം വരെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം കൂടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേ ഇല്ലായിരുന്നു. ഇതെല്ലാം മന്ത്രിമാർ ഒട്ടിക്കൊണ്ടാണെന്ന് ചെയ്യുകയാണ്. മന്ത്രിമാരുടെ 1 മാൻ ഷോയ്ക്കായിട്ട് ഈ വകുപ്പിനെ ഉപയോഗിക്കുകയാണ്. അതാണ് ഈ വകുപ്പിനെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിലനിർത്തിയാൽ മതി. ഇവരെ സിനിമ എടുക്കാനും നിപ്പ വന്നത് പോയതും മന്ത്രി അറിഞ്ഞോ അല്ല, പോയതും മന്ത്രി അറിഞ്ഞില്ല. നിപ്പ വൈറസ് തനിയെ തീരുമാനിച്ച് പോണതാണ്. അങ്ങനത്തെ ഒരു രോഗാണുവാണ്. ഇവിടെ കണ്ടാത്തൊന്നും മന്ത്രി പോയി തോക്കുമായിട്ട് വെടി വെച്ചപ്പോഴത്തേക്ക് നിപ്പ ഇവിടുന്ന് ഓടിപ്പോയത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ പ്രചരണങ്ങളാണ്. ആ രോഗം സെൽഫ് ലിമിറ്റിക്കുന്നത്, ആ രോഗം തനിയെ തീരുന്നതുമാണ്. അപകടകാരിയാണ്. വന്നാൽ 90% വരെയാണ് കേരളത്തിൽ മരിച്ചിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങൾ 70% മരിച്ചിട്ടുള്ളൂ. കേരളത്തിൽ 90% മരിച്ചു. എന്നിട്ടാണ് ഇവർ നിപ്പയെ മന്ത്രി ഓടിച്ചെന്ന് പറയുന്നത്. അപ്പം ഇതിലാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പുതിയതുണ്ട്. പുതിയ രോഗങ്ങൾ വരുന്നു. നമ്മുടെ ജനം ഒരുപാട് വാർദ്ധക്യത്തിൽ നീങ്ങുകയാണ്. ശരാശരി 75-76 വയസ്സ് ജനം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് 90-കാരും 100-കാരും ഉണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നതുണ്ടാകുന്നവർക്കുണ്ടാകുന്ന രോഗങ്ങൾ, രക്തസമ്മർദ്ദവും ഡയബറ്റീസ് പോലത്തെ കാര്യങ്ങൾ, ഇതിനു വേണ്ടി കേരളത്തെ തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഹെൽത്ത് കമ്മീഷന്റെ വിഷൻ തന്നെ 2050 2050 പറ്റി കേരളം ഇപ്പോഴേ ചിന്തിച്ചില്ലെങ്കിൽ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് 2050 ആകുമ്പോൾ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്ക് പണം മുഴുവൻ വിചാരിച്ചാലും കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റാതെ. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലെ ആരോഗ്യ നയമുണ്ട്, ഡോക്ടർ ഇക്ബാൽ തയ്യാറാക്കിയത്. ആരെങ്കിലും കേരളത്തിൻ്റെ ആരോഗ്യ നയം ഇതാണ്, അതനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി ആരെങ്കിലും പറയാണ്ട് ഇവരാരും വായിച്ചു പോലും നോക്കാറില്ല. ഈ മന്ത്രി തന്നെ കഴിഞ്ഞ വർഷം നിയമസഭയിൽ പാസ്സാക്കിയ പൊതുജനാരോഗ്യ ബില്ലുണ്ട്. അത് തന്നെ ഒരു പഴയ ബില്ലിൻ്റെ കോപ്പിയടിയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ബില്ലൊരിടത്തിരിക്കും, വേറെ വഴിക്ക് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിലെ അല്ല എവിടെ ആയാലും ഒരു ആരോഗ്യ നയമുണ്ട്. ആ നയം അനുസരിച്ചാണ് കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. ആ നയം ആരും വായിക്കണം. ഇപ്പോൾ സൈറ്റിൽ തപ്പിയാൽ പോലും നയം കാണാനില്ല. ആലോചിച്ച് നോക്കണം, കേരളത്തിൻ്റെ ആരോഗ്യ നയം നിങ്ങൾ സെർച്ച് ചെയ്തു കിട്ടാനില്ല. അതും പൂഴ്ത്തി. പൊതുജനാരോഗ്യ ബില്ല് വന്നു, അതൊരു വഴിക്ക് ആ വഴിക്ക് പോവാണ്, ഗവൺമെൻറ് വേറെ വഴിക്ക് പോവാണ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഏത് മോശപ്പെട്ട നാട്ടിലായപ്പോൾ അവർക്ക് ചില സാങ്കേതിക ഗൈഡ് ലൈൻസും നിയമങ്ങളൊക്കെയാണ്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഇനി 25 വർഷത്തേക്കല്ല, അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ഈ ഗവൺമെൻറ് നിശ്ചയമില്ല. അതുകൊണ്ടാണ് വാർഷികമായിട്ട് എല്ലാ വർഷവും ബജറ്റ് കൂടുന്നില്ല ആരോഗ്യത്തിന്. നമ്മുടെ സ്റ്റേറ്റ് GDP-യുടെ 1% കഷ്ടിച്ച് 1% ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത്, ബജറ്റിൻ്റെ 5%. അപ്പം ഇങ്ങനത്തെ ഒരുപാട് അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തന്നെ ആരോഗ്യരംഗം മെച്ചപ്പെടും. ജനങ്ങളെ ഓരോരുത്തരെയും പാവപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലെ ഓരോരുത്തരെയും പോയി നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങൾക്കറിയാം അവനുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ. പ്രത്യേകിച്ച് കുടുംബങ്ങൾ ചെറുതായതുകൊണ്ട്. ഒരു വീട്ടിൽ 1-2 കുട്ടിയേ ഉള്ളൂ. എൻ്റെ അമ്മയുടെയൊക്കെ തലമുറയിൽ ഒരു വീട്ടിൽ അവരൊക്കെ 12 പേരാണ്. 1-2 പേര്. അപ്പോൾ ഓരോരുത്തരും ആരോഗ്യം പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെന്റ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതി. ഈ സിനിമ എടുക്കാൻ നടക്കാതിരുന്നാൽ മതി. ഇപ്പൊ അറിയാം, നമുക്ക് പല വകുപ്പിലെ മന്ത്രിമാരുടെ പേരുകൾ പോലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് പലരും സംസാരിക്കുന്നത്. പാർട്ടിക്കാർ പോലും പറയാറുണ്ട് പേരുകൾ അറിയത്തില്ലാത്ത മന്ത്രിമാരാണുള്ളത്. ഈ മന്ത്രിമാർ ഇത്ര കഴിവുകെട്ട ഒരു മന്ത്രിമാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു ഭരണം നടത്തിക്കൊണ്ട്, അതായത് IAS-ഉം IPS-ഉം ഒക്കെ നേടി ഭരണരംഗത്ത്, അതായത് നമ്മൾ ഒരു എക്സിക്യൂട്ടീവിന്റെ ആ തലപ്പത്ത് ഇവർക്കൊക്കെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള മന്ത്രിമാരാണോ ഇത്രയും ഈ സംവിധാനങ്ങളെ ഓടിച്ചുകൊണ്ട്? അവരുടെ കഴിവില്ലായ്മയല്ലേ ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ഇത് സത്യമാണത്. അതിപ്പോൾ സംഭവിച്ചാൽ നമ്മൾ യാഥാർത്ഥ്യമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, പരാജയപ്പെട്ട ആളാണ്. പക്ഷെ ഒരു മന്ത്രിസഭ പുതിയ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമ്മളെതിരായിട്ട് വന്നാലും ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഗവൺമെന്റാണ്, നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിൽ ഉള്ള MLA-മാരെന്ന് ഇയാൾ മന്ത്രിയായി ചിലപ്പോൾ ഒരുപക്ഷെ നന്നായി പോയാൽ നമ്മൾ തോന്നിയിട്ട് അങ്ങനെ ഒരാളെ പോലും അടുപ്പിച്ചിട്ടില്ല. മുഴുവൻ പേരെയും ഒരു സർക്കാർ മെച്ചമായി നടക്കരുത്,
അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മേളിൽ പോകരുതെന്ന് ആ ആഗ്രഹത്തോടെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ സർക്കാർ പരാജയപ്പെട്ടു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണ് ഗോൾ മുഴുവൻ എനിക്ക് അടിക്കണം, വേറൊരുത്തരും ഗോൾ അടിക്കരുത്. അവസാനം മുഴുവൻ ഗോളും കയറി, അപ്പുറത്ത് ഗോളും കയറി, സെൽഫ് ഗോളും കയറി നിൽക്കുകയാണ്. അപ്പൊ ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കളിക്കാൻ അറിയാത്തവരെ കൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കാൻ എനിക്ക് തന്നെ അവസരം വേണം, വേറെ ആരും മുന്നേ കയറി അടിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ പരമാവധി സെൽഫ് ഗോളും വാങ്ങിച്ച്, ഈ സെൽഫ് ഗോൾ പാർട്ടി വാങ്ങിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല, CPM LDF, പക്ഷേ ഇവിടെ ജനങ്ങൾക്കും കൂടെ ബാധിക്കുകയാണ്. ഈ സർക്കാർ ഉണ്ടാക്കുന്ന സെൽഫ് ഗോളുകൾ ബാധിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ജനത്തിന്. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി ചെല്ലുന്ന പാവപ്പെട്ട ജനങ്ങൾ പുഴുക്കളെ പോലെ അവർ ദേഹത്ത് പുഴുവരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ആലോചിച്ച് നോക്കണം, അത് സർക്കാരിന്റെ പരാജയമാണ്. ഞാൻ അന്നും പറഞ്ഞു ആരോഗ്യ രംഗത്താണ് പുഴുവരിക്കുക, അല്ല പാവപ്പെട്ട രോഗിയുടെ മേളിലല്ല. 80,000 90,000 വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയെ കിടക്കുകയാണ്. ഒരു കട്ടിൽ 2 പേരെ കിടക്കുകയാണ്. ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്. തറയിൽ കിടക്കുകയാണ്, ഒരു ബെഡിൽ 2 പേരെ കിടക്കുകയാണ്. പരസ്പരം രോഗങ്ങൾ അവർ കൈമാറിയെന്ന് വരും. ഇതെല്ലാം നടക്കുമ്പോഴാണ് നമുക്കൊക്കെ വിഷമമുണ്ട് അച്യുതാനന്ദൻ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് കിടത്തി ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ശ്രീ അച്യുതാനന്ദൻ ചികിത്സിച്ചത്. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്ന അമേരിക്കയിലാണ്, പൊയ്ക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ടവനെ പുഴുവരിക്കാത്ത രീതിയിൽ ആശുപത്രികളെ നവീകരിച്ചില്ലെങ്കിൽ മെച്ചപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവിടെയാണ് പറ്റിപ്പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മോശം മന്ത്രിമാരായി പോയല്ല, അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഇപ്പൊ എന്നോട് യേശുദാസിനൊപ്പം പാടാൻ പറഞ്ഞ യേശുദാസിന്റെ ഗാനമേള ടീമിൽ എന്നെ എടുത്ത എന്തായിരിക്കും അവസ്ഥ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാര് കാരണം അവര് വളരെ ലോക്കൽ പൊളിറ്റിക്സിൽ നിന്ന് കളിച്ച് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ് എല്ലാ ഘടകകക്ഷികളുടെ ഒക്കെ മന്ത്രിമാര്. കാരണം അവരുടെയൊക്കെ ആ കഴിവുകേടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ UDF-ല് ഒത്തിരി കഴിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി നേതാക്കന്മാരുണ്ട്. ആ നേതൃത്വത്തിന്റെ കൂടുതലാണ് UDF-ലുള്ളത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ UDF-ന് ഒരു ബാധ്യതയായിട്ട് തീരുന്നില്ലേ? കാരണം ഇവരുടെ എല്ലാം ഈ കടമത്സരം പാർട്ടിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? നമുക്ക് ഇപ്പോ വ്യത്യാസം അതാണ്. ഇപ്പൊ LDF-ൽ ആർക്കും കഴിവില്ലെന്നല്ല പറഞ്ഞത്, കഴിവുള്ളവർ അവർ ഉപയോഗിക്കാത്തതിന്റെ വിഷയമാണ്. അതിൽ 1-2 പേരൊക്കെ കഴിവുള്ളവർ അതിനകത്ത് പെട്ടിട്ടുണ്ട്. അതിന്റെ അല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇപ്പൊ മനുഷ്യർക്ക് എന്താണ്, ഇപ്പൊ ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അവന് എന്തെങ്കിലും നേടാനായിട്ടല്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അവനവന്റെ രാഷ്ട്രീയത്തിലേക്ക് അത് എല്ലാ പാർട്ടികളെയും കുറെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ അഭിപ്രായം പറഞ്ഞ 51. UDF-ലും കോൺഗ്രസിലും ഒക്കെ അഭിപ്രായം പറയാം. ഇത് ജനാധിപത്യ രാജ്യമല്ലേ. ഒരു പാർട്ടി, ഒരു കമ്പനി പോലെ ഒരു മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ആരോ നമുക്ക് തന്നെ ആലോചിച്ചാലേ ഓർമ്മ വരുള്ളൂ. കാരണം പാർട്ടി സെക്രട്ടറി അല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പണ്ട് ആര് മുഖ്യമന്ത്രി ആയാലും AK സെന്ററിന്റെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ പാർട്ടിയും ഭരണം എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനാണ്, ഒരു കമ്പനിയാണ് നടത്തുന്നത്. അപ്പൊ അത് അവിടെയാണ് ഈ പറഞ്ഞത്, അഭിപ്രായം പറഞ്ഞ 51 വെട്ട് കിട്ടും. ജനങ്ങളുടെ അഭിപ്രായം ഇപ്പൊ UDF-നകത്ത് അഭിപ്രായം പറയാൻ കഴിയണം. ചിലപ്പോൾ അപൂർവമായിട്ട് പുറത്തും പറഞ്ഞു. അത് ജനാധിപത്യ സംവിധാനം ആയതുകൊണ്ടാണ്. അത് പരിഷ്കരിക്കാനും പരിവർത്തനം ഉണ്ടാക്കാനും അഭിപ്രായം പറച്ചിൽ ആവശ്യമാണ്. അപ്പോൾ അത് CPM-ന്റെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മുടെ ഹാരിസ് ഡോക്ടർ, നമ്മളൊക്കെ എല്ലാവരും അയാളെ ഇഷ്ടപ്പെടുകയാണ്. കാരണം അയാൾ കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അയാൾ പുറത്തു പറഞ്ഞു. പക്ഷെ അയാളെ തോക്കുമായിട്ട് അവിടെ പുറകെ നടക്കുകയാണ്. അതിന്റെ തലയാഴ്ച അയാള് UDF അല്ല LDF ആണ് ജയിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും UDF ആരും കൊണ്ട് കേസ് കൊടുത്തിട്ടുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രൊഫസർ രാഷ്ട്രീയം എഴുതുകയാണ് ഫേസ്ബുക്കിൽ. അന്നേരം CPM കൈയടിക്കുകയും ചെയ്യും. കാരണം അവർക്ക് കൈയടി കിട്ടിയപ്പോൾ. ഇപ്പോൾ എതിരായിട്ട് പറഞ്ഞപ്പോഴാണ് എതിർക്കുക. അപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, ഇവിടെ പോലീസിന് സംഘടനയില്ലേ, CPM അവരാണ് നയിക്കുന്നത്. കാരണം ഭരണം ഉള്ളതുകൊണ്ട് പോലീസിന് സംഘടനയുള്ള സംസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായും മുന്നണി രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളുണ്ടാവും, കഴിവുള്ളവരുണ്ടാവും. CPM സംബന്ധിച്ചോളം അങ്ങനെ വിഷമമില്ല. കാരണം നമുക്കറിയാം ടെലിവിഷൻ ചർച്ചകൾ വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യനൊക്കെ എങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവാകും നമ്മൾ ആലോചിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ യുവ നേതാവാകും. മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തികൾ കാണിച്ചിട്ട് ടെലിവിഷനിൽ വന്നിരുന്നിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പുറത്തെ യുവ നേതാക്കളും സാമർഥ്യമുള്ളവരും കൂടുതലുണ്ടെന്നുള്ളത് നമ്മുടെ നേട്ടമായിട്ടാണ് എന്നെ കാണുന്നത്. സോ ഇതുപോലെയുള്ള ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടും ഈ ഇങ്ങനെയുള്ള സെൽഫ് ഗോളുകൾ ഉള്ളത് കൊണ്ടും ആയിരിക്കുമോ ഈ നമുക്ക് അവിടെ ഈ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നത്? നമ്മളുടെ യുവ പ്രതിഭകളൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകുന്നതിന്റെ കാരണം അതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു UDF സർക്കാർ വരുമ്പോഴത്തേനും നമുക്ക് അത് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതിനുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഇപ്പോഴേ നമ്മൾ അതിനെ ഒരു ഉണ്ടാവുമല്ലോ അല്ലെ, അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലെ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് അതിനകത്തൊരു പോസിറ്റീവായിട്ടും കാണേണ്ട കാര്യമാണ്. ബ്രെയിൻ ഡ്രെയിൻ എന്നൊരു സാധനം ഇപ്പം നമ്മൾ കേരളത്തിൽ ചികിത്സിക്കാനും ഡോക്ടർമാരില്ലെങ്കിൽ അത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും. ഞാൻ തിമോറിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് 32 ഡോക്ടർമാരെ അവിടെ ആകെ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. അതിൽ 10-25 പേരും വേറെ രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരെ ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. മെഡിക്കൽ രംഗമായാലും എഞ്ചിനീയറിംഗ് രംഗമായാലും നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ച് പറയുന്നതുമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിന് ഇവിടെ
ഫാക്ടറികൾ കുറവാണ്, അല്ലെങ്കിൽ ഉൽപ്പാദനങ്ങൾ കുറവാണ്, കൃഷിയൊക്കെ ഇല്ല. അപ്പം നമുക്ക് കയറ്റി അയക്കാനുള്ള ആകെയുള്ള മനുഷ്യ വിഭവശേഷിയാണ്. ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി നല്ല നിലവാരത്തിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ട് പുറത്തേക്ക് അയക്കുമ്പോൾ അതൊരു രാജ്യത്തേക്കും സംസ്ഥാനത്തേക്കും സമ്പത്ത് കൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. അവരുടെ ജീവിത നിലവാരത്തിൽ കുറെ മെച്ചം ഉണ്ടാകും, അത് നല്ലതാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, കേരളത്തിലുള്ളവർ പുറത്ത് പഠിക്കാനും പുറത്ത് ജോലി ചെയ്യാനും ശ്രമിക്കണം കുറച്ച് നാളെങ്കിലും. അപ്പൊ അതിനെ ബ്രെയിൻ ഡ്രെയിനായിട്ട് അങ്ങനെ കാണേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും മേഖലയിൽ ആളെ കിട്ടാൻ വരികയാണെങ്കിൽ അവിടെ ചില നിയന്ത്രണങ്ങൾ വരുത്താം. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇന്നലെ എനിക്കൊരു വാർത്ത കിട്ടി. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഗാസ്ട്രോ വിഭാഗത്തിൽ 13 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത് ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഉള്ളതുകൊണ്ടല്ല, ഒരുപാട് ക്വാളിഫൈഡ് ആൾക്കാരുടെ ഇവർ പേടിച്ച് സർക്കാർ സർവീസ് വരാത്തതാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഡോക്ടർമാരെ മുട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. 14,000 ഡോക്ടർമാർ കേരളത്തിനകത്തും പുറത്തുനിന്ന് ഡോക്ടർമാർ പഠിച്ചവർ ഇവിടെയും വരികയാണ്. ഒരു ഡോക്ടർ ജോലി കിട്ടാൻ എല്ലായിടത്തും പാടാണ്. തൊഴിലില്ലാത്ത ഡോക്ടർമാരുണ്ട്, തൊഴിലില്ലായ്മ മെഡിക്കൽ സമൂഹത്തിൽ, നഴ്സുമാർക്ക്, ഇവർക്കെല്ലാം തൊഴിലില്ലായ്മ അനുഭവിക്കുകയാണ്. അപ്പൊ എന്ത് ബ്രെയിൻ ഡ്രെയിൻ അവിടെ ഉള്ളത്? അല്ല ഡോക്ടർ, കേരളത്തിലെ ഡോക്ടർ അതൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മെഡിക്കൽ ഫീൽഡിലേക്ക് ആൾക്കാരുടെ ഷോർട്ടേജ് ഇല്ലേ? ആവശ്യത്തിന് ആൾക്കാരുണ്ടോ? പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലൊക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നേഴ്സസിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒക്കെ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാർ പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രശ്നമില്ലേ കേരളത്തിൽ? കാരണം പഠിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് മലയാളി അറിയാമല്ലോ, മലയാളിയുടെ നേഴ്സസിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ഡോക്ടേഴ്സിനും ഒക്കെ ലോകം മുഴുവൻ വളരെയധികം സാധ്യതകൾ ഉള്ളത് കൊണ്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് ഇമിഗ്രേഷൻ മെഡിക്കൽ സ്റ്റാഫിന് വേണ്ടി ഓപ്പൺ ചെയ്താൽ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കേരളത്തിലൊരു സമൂഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഷോർട്ടേജ് കേരളത്തിൽ ഇല്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? ഇവിടെ നമുക്ക് കേരളത്തിൽ നിയമനങ്ങൾ നടക്കാത്തതാണ് പ്രശ്നം. കേരളത്തിൽ ആരോഗ്യരംഗത്ത് തന്നെ ഡോക്ടർമാരും നഴ്സുമാരും നിയമനം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആശുപത്രിയിൽ ആളില്ലാത്തത്. ഇവിടെ തൊഴിൽ നടക്കുന്ന ഡോക്ടർമാർ ഒരുപാടുണ്ട്, നഴ്സുമാരുണ്ട്. ജോലി കിട്ടിയാൽ തന്നെ വളരെ തുച്ഛമായ വരുമാനമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ രാജ്യത്തേക്കും പോകാനുള്ള ശ്രമം. ഏത് രാജ്യത്ത് ചെന്നാലും മലയാളി ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ ജോലി കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇവിടെ നമുക്ക് ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല, സർക്കാർ നിയമിക്കാത്തതുകൊണ്ടാണ്. കോവിഡ് സമയത്ത് അവിടുത്തെ അന്നത്തെ സൂപ്രണ്ടായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അന്ന് ഓടിച്ചു പോകണമെങ്കിൽ 1200 പുതിയ സ്റ്റാഫ് വേണം. 5 കൊല്ലം മുമ്പാണ്. ഒരാളെ പോലും ഇപ്പോഴും നിയമിച്ചിട്ടില്ല. കാർഡിയോളജി ഒപിയിൽ ഒരു 700 ഔട്ട് പേഷ്യൻ്റാണ് ഒരു ദിവസം. 2 ഡോക്ടർമാർ 700 പേരെ നോക്കേണ്ടത്. സാധാരണ രോഗി 700 വരെ, അല്ലെങ്കിൽ ഒരാൾക്ക് 350 വരെ വെച്ച് 2 പേർക്ക് നോക്കാൻ സാധാരണ രോഗിയെ നോക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കാർഡിയോളജി രോഗം സംശയിച്ചു വരുന്നവരുടെ കാര്യം ആലോചിക്കണം. അപ്പോൾ കേരളത്തിൽ മനുഷ്യർ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വയസ്സാകുമ്പോൾ അസുഖങ്ങൾ വരും. നമുക്ക് NCDs നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതൊക്കെ കൂടും. അത് കൂടുതൽ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലുണ്ടാകും. അതിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആശുപത്രികൾക്ക് കൂടുതൽ വേണ്ടി വരും. ഡോക്ടർമാർ വേണ്ടി വരും, നഴ്സുമാർ വേണ്ടി വരും, പാരാമെഡിക്കൽ സ്റ്റാഫ് വേണ്ടി വരും. അതിനുള്ള രീതിയിലുള്ള പ്ലാനിങ്ങോ അതിനുള്ള രീതിയിലുള്ള നടപടികളോ കേരളത്തിൽ ഉണ്ടാകാത്തതാണ് പ്രധാന പ്രശ്നം. പ്ലാനിങ്ങിന്റെ ഒരു കുറവ് തന്നെയാണ് ഇപ്പോഴുള്ള സർക്കാരിന്റെ ഈ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് ഡോക്ടർ പറയുന്നത്. പ്ലാനിങ്ങും ഇല്ല എല്ലാ വകുപ്പുകളിലും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുതിയ സർക്കാർ വന്ന് അടുത്ത മാസമല്ല പറയുന്നത്. 9 വർഷത്തിലധികമായിട്ട് കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിന് പരാജയമുണ്ടെങ്കിൽ അവരുടെ പ്ലാനിങ്ങിലെ തകരാറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി പ്രൊഫസർ പറയുകയാണ് ഉപകരണം ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പ്രൊഫസർ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ആ സിസ്റ്റം ഉണ്ട്. ഇവിടെ 4ാം വാർഷികത്തിന്റെ പേരിൽ ദൂർത്തടിക്കാൻ ഇവിടെ 100 കണക്കിന് കോടി ഉണ്ടായിരുന്നു. മന്ത്രിമാർക്ക് വിദേശ സന്ദർശനം നടത്താൻ പൈസയുണ്ട്. എല്ലാ ധൂർത്തിനും പൈസയുണ്ട്. CPM-ന് ബഹുനില കെട്ടാൻ കെട്ടാനും പൈസയുണ്ട്. ഇവിടുത്തെ ആശുപത്രിയിൽ പാവപ്പെട്ടവന് കുത്തിവെപ്പ് എടുക്കാൻ സൂചിയിൽ വേണമെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. അത് ഭരണത്തിലെ പ്ലാനിങ് ഇല്ലായ്മയാണ്, ഭരണത്തിലെ വൈകല്യമാണ്, മോശമായ ഭരണമാണ്. ഡോക്ടറെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അടുത്ത ഇലക്ഷനിൽ 2026 നിയമസഭയിലേക്ക് UDF-ന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അങ്ങനത്തെ പ്രവചനത്തിന് നമുക്കതിനുള്ള കഴിവെനിക്കില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 100 സീറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തനാണ്, ജനങ്ങളുടെ നിൽക്കുന്ന ആളാണ്. ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ 100-ന് മേളിൽ പോവുമെങ്കിലും. കാരണം ഇത് ജനങ്ങൾ UDF LDF ഒക്കെ പറയുമ്പോൾ ബലാബലമൊക്കെ പറയുമെങ്കിലും സാധാരണ ജനമുണ്ട്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വരുമ്പോൾ, അവൻ്റെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ അവൻ LDF ഒന്നും നോക്കൂല, അവൻ മാറിക്കുത്തും. അതാണ് സംഭവിച്ചത്. പാർലമെന്റ് ഇലക്ഷനിൽ പോലും സംഭവിച്ചതല്ലേ. കണക്ക് നോക്കിയാൽ 10-30 സീറ്റേ ഉള്ളൂ. 10-30 നിയോജകമണ്ഡലത്തിൽ LDF ലീഡ് ചെയ്തിട്ടുള്ളൂ.
അതിനേക്കാൾ വഷളായ സാഹചര്യം അവരുണ്ടാക്കി. നമുക്കിതിനകത്ത് വിഷമം എന്ന് പറഞ്ഞാൽ LDF തകരുന്നതും അല്ലെങ്കിൽ അവർ അതുപോലത്തെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ പാടില്ലാത്ത CPM തകരുന്നതും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ജനങ്ങൾ അതുകൊണ്ട് ബാധിക്കുകയാണ്. ഒരു സർക്കാരാണ്, CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ തകർന്നാൽ കുഴപ്പമില്ല, അതൊരു അക്രമ പാർട്ടിയാണ്. പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ അവർ തകരുമ്പോൾ അവരുണ്ടാക്കുന്ന തകർച്ച സംസ്ഥാനത്തെ ബാധിക്കുകയാണ്, ജനങ്ങളെ ബാധിക്കുകയാണ്. അവിടെയാണ് നമുക്ക് വിഷമം. അപ്പോൾ അത് കൂടുതൽ നാൾ സഹിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്കല്ല, ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ജനങ്ങളുടെ വികാരങ്ങളും സാധാരണ ജനങ്ങളായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാകുന്നത് ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ ടാർഗറ്റ് ചെയ്യുന്ന 100 അല്ല 100ൻ്റെ അപ്പുറത്തേക്ക് പോകുമെന്നാണ് എനിക്കൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തന നിലയ്ക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർ, അപ്പൊ ഈ 9 വർഷത്തെ ഭരണം കേരളത്തിന്റെ വികസന കുതിപ്പിന് ഒരു കടിഞ്ഞാണിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡോക്ടറിന്റെ പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങള് ഈ ഒരു ഭരണത്തിന്റെ മാറ്റം, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് ഉള്ള സാഹചര്യമുണ്ട്. ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നുള്ള അങ്ങയുടെ അഭിപ്രായം, അത് പൊതുജനങ്ങളുടെ അങ്ങയുടെ ഇടപെടൽ കൊണ്ട് മനസ്സിലായ ഒരു കാര്യമായിരിക്കും. അങ്ങനെയൊക്കെ നടക്കട്ടെ. എനിവേ, ഞങ്ങളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. താങ്ക് യു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.